എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രാജപ്പനെ കാണാനായിട്ട് പ്രകാശം ചെല്ലുവാണ്. പ്രകാശം ചെന്ന് കഴിയുമ്പോൾ രാജപ്പൻ ചോദിച്ചു, എന്താ പ്രകാശ, എന്താ നീ വന്നേന്ന് ചോദിക്കാം. അല്ലണ്ണ, കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അല്ല, ഒരുത്തരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇതുവരെയായിട്ട് അവനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ദേ, അവന്റെ കാര്യത്തിൽ എന്താണെങ്കിലും വന്നവനൊരു തീരുമാനം ആയിക്കോളും. അവനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാം. ദേ, എന്താണെങ്കിലും കുഴപ്പമില്ല. അവളെ ആദ്യം ശരിയാക്കണം, ആ ലക്ഷ്മീനെ. അതിന് ശേഷം വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നവന്മാരുണ്ടല്ലോ, ആ കല്യാണിയും കിരണും, എല്ലാത്തിനും ഒരു പണി കൊടുക്കണമെന്ന് പറയാം. അണ്ണനറിയാവോ, 10-25 വർഷം മുമ്പ് നടന്ന കാര്യം ഇത്. എന്നിട്ട് അവിടെ പോയിട്ട് നാർക്കോലി പോയിട്ട് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ചില്ലറ കളിയൊന്നും അല്ല കളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ആദ്യം ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കണം, പിന്നീട് വേണം ഈ കിരണ്ടും കല്യാണിക്കിട്ടും. എനിക്ക് കുറച്ച് പണം കൂടെ വേണ്ടി വരും മിക്കവാറും. എല്ലാത്തിനും ഞാൻ ഒതുക്കി തീർക്കുന്നുണ്ട്. അതോടുകൂടി ശല്യങ്ങളെല്ലാം അവസാനിക്കും. പിന്നെ എനിക്ക് സുഖമായിട്ട് രാജാവായിട്ട് ജീവിക്കാന്ന് പറയാം. ഇത് കേട്ടം രാജപ്പണ്ണൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ കാര്യം തന്നെ, പക്ഷെ ഇങ്ങനെ എന്റെ പൈസയുടെ കാര്യത്തില് അണ്ണൻ എന്തിനാ അണ്ണ പേടിക്കണേ? പൈസയൊക്കെ ഉറപ്പായിട്ട് ഞാൻ തരും, അണ്ണൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാനിപ്പം ഒരു വെറും പ്രകാശനല്ല, അറിയാലോ. ഇനിയിപ്പം ഞാൻ എന്റെ മഹാലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോടീശനാനായിട്ടാ പോന്നെ. അപ്പൊ പിന്നെ എന്താ, എനിക്ക് ഈ ലക്ഷങ്ങളൊക്കെ വെറും പുല്ലല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, ആ ഒരു പ്രതീക്ഷ പ്രകാശം ഉള്ളൂ. നീ എന്നെ ചതിക്കില്ലെന്ന് പറയണം. ഇല്ലണ്ണ, അണ്ണ ഞാൻ ചതിക്കുമെന്ന് ചോദിക്കുവാണ്. അതെ, ഇതുവരെയായിട്ടും അവൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലോ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുവാണ്. ആ സമയം ആകപ്പാടെ തകർന്ന മനസ്സോട് കൂട്ട് ശാരി നേരെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ രാഹുൽ അവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങേർക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങേര് ഒറ്റ എഴുത്താൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് ഇനിയിപ്പോ ശാരിയുടെ മുഖം കണ്ടപ്പോഴത്തേന് രാഹുൽ ചോദിച്ചു, ഇതെന്ത് പറ്റി ശാരി, നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്ന ചോദിക്കണം. നിങ്ങളെന്താ എന്റെ മുഖം ആദ്യമായിട്ട് കാണുന്നതാണെന്ന് ചോദിക്കണം. അല്ല, നീ എന്താ ഇങ്ങനെ, നീ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, എന്താന്ന് ചോദിക്കാം. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ ഒറ്റ എഴുത്തന എല്ലാത്തിനും കാരണം. മോളുടെ ജീവൻ നശിപ്പിച്ചു, എല്ലാത്തിനും കാരണം നിങ്ങളാന്ന് പറയണം. മോളുടെ ജീവൻ നശിപ്പിച്ചെന്ന് ആരെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചല്ലേ ഇത്രയും കാലം കഴിഞ്ഞെന്ന് ചോദിക്കണം. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്ത ചതി എനിക്ക് ഇതിനോട് പൊറുക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് ശാരി, നീ എന്തൊക്കെയോ ഈ വിളിച്ചു പറയുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായടോ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് ഇങ്ങ് എടുക്കുവാണ്. എടുത്തിട്ട് രാഹുലിന്റെ തല നോക്കി ഒറ്റ അടിയും കൂടെ കൊടുക്കുവാണ്. രാഹുൽ അത് പെട്ടെന്ന് പ്രതീക്ഷ കാര്യമില്ല, തലയും പൊത്തിക്കൊണ്ട് രാഹുൽ അങ്ങോട്ട് കിടക്കുവാണ്. അപ്പൊ ഒച്ചപ്പാടും ബഹളം കെട്ടുണ്ട് സരിവ് താഴേന്ന് മുകളിലേക്ക് കയറി ഓടി വരുവാണ്. അപ്പോഴാണ് ഫ്ലവർ വേസും പിടിച്ചിരിക്കുന്ന ശാരീനെ കാണുന്നേ. ഒരു നിമിഷം സരിയൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആ ഫ്ലവർ വേസ് കയ്യിൽ നിന്ന് മേടിച്ച് കളയുകയാണ്. അമ്മ എന്താ, എന്ത് പരിപാടി അമ്മയെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് രാഹുലിന്റെ അടുത്തേക്ക് വന്നു. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിന്റെ നെറ്റിയൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ? അമ്മയ്ക്ക് എന്നെ ഭ്രാന്തായെന്ന് ചോദിക്കാം. അതെ, എനിക്ക് ഭ്രാന്തായി. എന്റെ പൊന്നു ഭഗവാനെ, ഒരു 5 മിനിറ്റ് പോലും സമാധാനം എന്ന് പറയുന്നത് സംഭവം കുടുംബത്തിൽ ഇല്ലല്ലോ. അതെ, എപ്പൊ നോക്കിയാലും അച്ഛനമ്മയും കീരിയും പാമ്പല്ല. ഇത്രയും കാലം അച്ഛന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലയ്ക്ക് ഭ്രാന്ത്. ഇപ്പൊ ആണ്ട് അമ്മയ്ക്ക് പോയി. രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഈ വീട് വിട്ട് എങ്ങോട്ടേലും പോവാ. ദേ, ഇന്ന് മനുഹരനെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാന്ന് പറയാണ്. ഇത് കേട്ടത് ശാരി പറഞ്ഞു, നീ എങ്ങോട്ട് ഇറങ്ങാനാ, നീ ഒരിടത്തേക്കും ഇറങ്ങില്ല എന്ന് പറയാണ്. അത് അമ്മയാണോ തീരുമാനിക്കുന്നേ? ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. ഇപ്പൊ കണ്ടു, മനോഹരനെ വിളിച്ച് നീ പറ നിന്നെ കൊണ്ടുപോകാനായിട്ട്. അവൻ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാന്ന് പറയണം. നിന്നെ ഒരിടത്തേക്കും അവൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇത് കേട്ടതും സരേ പറഞ്ഞു, അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേറെ ആരെ എന്ത് വേണം പറഞ്ഞു ഞാൻ സഹിക്കും, പക്ഷെ എന്റെ മനുവേട്ടനെ മാത്രം കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. കുറ്റം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല പോലും. മോളെ, നിനക്കൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ, നീയൊക്കെ അറിയാൻ പോകുന്നുള്ളു. നീ ആരെ നീ കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് പറയണം. അമ്മേ, എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അമേരിക്കയിൽ പോകുന്ന സമയത്ത് അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. ഇപ്പൊ എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. ഇങ്ങനെയാണെങ്കിൽ അമ്മേനെയും കൂടെ ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തു. രണ്ടുപേരും കൂടെ ഇവിടെ അടിയുണ്ടാക്കി രണ്ടുപേരും കൂടെ തലി ചാകുവോ എന്ത് വേണം ചെയ്തോ, എനിക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സരിയു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം രാഹുൽ പതുക്കെ നെറ്റിയൊക്കെ തടവി ഇങ്ങനെ എഴുന്നേക്കണം. എന്നിട്ട് ശാരിയുടെ നേരെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. രാഹുലിന് മനസ്സിലായി ശാരി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്റെ മേലെ സംഹാര താണ്ഡവം ആടുന്നത്.
മനോഹറിനെ കുറിച്ച് അറിഞ്ഞിട്ടാന്നാ തോന്നേ. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ മനോഹറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കായിരുന്നു ഇവക്ക്. ഇപ്പോഴങ്ങനെയല്ല. അതിനർത്ഥം ഇവൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ആ സമയം ശാരി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തലയ്ക്കും കൈ കൊടുത്ത് ശാരി അവിടെ ഇരിക്കുവാണ്. സരിയു താഴേക്ക് വന്നിട്ട് സരിയുവിന് നിൽക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടിയ ടെൻഷൻ. പിന്നീട് സരിയു എന്ത് ചെയ്യണം, മനോഹറിന്റെ അമ്പിലേക്ക് വിളിക്കുക. സരിയുവിന്റെ കോള് കണ്ടത് മനോഹരൊന്ന് ഞെട്ടി. ഇനിയിപ്പോ ആ തള്ളയെങ്ങാനും വീട്ടിൽ പോയി എന്തെങ്കിലും പറഞ്ഞു കാണുമോ, താൻ ഇങ്ങനെയൊക്കെ ആന്ന്? അങ്ങനെ പറയാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എന്താ സംഭവിക്കാൻ പോകുന്ന അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ വഴിയില്ല. പിന്നെ എന്തായിരിക്കും വിളിക്കുന്നത്? കോൾ എടുത്തു. പിന്നീട് ചോദിച്ചു, അല്ല മനുവേണ്ട ഇത് എവിടെയാന്ന് ചോദിക്കുക. അല്ല മോളൂ, ഞാൻ പുറത്താ. അതെ, മനുവേണ്ട ഇങ്ങോട്ട് പെട്ടെന്ന് വരണമെന്ന് പറയാം. അല്ല എന്ത് പറ്റി മോളൂ, എന്താ കാര്യം? ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയാം. എനിക്ക് പറ്റില്ല ഇവിടെ, എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയണം. എന്താ മോളൂ, ഇങ്ങോട്ട് വന്നിട്ട് പറയാന്ന് പറയണം. പിന്നീട് സരിയു കോള് കട്ട് ചെയ്യുകയാണ്. മനോഹരത്ത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് വീട്ടില്. മിക്കവാറും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയടി ഉണ്ടായി കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും സരിയു എന്നെ വിളിക്കുന്നത്. അല്ലാതെ സരിയു വിളിക്കാൻ വഴിയില്ല. ഇപ്പൊ ചെല്ലണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയാൽ മതി. എന്തേലും ഒരു കാരണം പറഞ്ഞ് അവളെ പറ്റിക്കാം എന്നൊരു ചിന്തയിൽ ഇരിക്കുമായിരുന്നു. ഈ സമയം കിരണും കല്യാണിയും കൂടെ നേരെ ചന്ദ്രസേനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചന്ദ്രസേനെ കണ്ടപ്പോൾ ചന്ദ്രസേന ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും കൂടെ? കുറച്ച് ദിവസമല്ലേ ഇങ്ങോട്ട് അങ്ങ് വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അത് പിന്നെ വെച്ചാൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയത്, അതുകൊണ്ടാന്ന് പറയണം. അല്ല ഇപ്പൊ എന്താ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓടി വരാനായിട്ട്? അല്ല അത് പിന്നെ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ? അപ്പൊ പ്രകാശന് ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കാണ്ട് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രകാശൻ പറഞ്ഞു, ആഹാ അത് അല്ല പ്രകാശല്ല, ചന്ദ്രസേനൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞില്ല മോളെ എന്ന് പറയണ. ഇവിടെയുള്ള ആളല്ല, പുറത്തുനിന്ന് ആളെ പഠിപ്പിച്ചേക്കുവാന്ന് പറയണ. കിരൺ പറഞ്ഞതേ, അച്ഛന്റെ കണ്ണ് എപ്പോഴും വേണോട്ടോ, കാരണം ഞങ്ങൾക്കറിയാവുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ അറിയാലോ. അപ്പൊ അച്ഛന്റെ ഒരു നോട്ടം വേണമെന്ന് പറയാം. അതോടത്ത് പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നേരത്തെ വന്ന് പറയണ്ടായിരുന്നോ? ഞാൻ ഇതൊക്കെ നോക്കില്ലായിരുന്നോ? സാരില്ല, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ച ആളെ ഏർപ്പാടാക്കാന്ന് പറയാം. ആ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ടെന്ന് പറയണം. പിന്നീട് പിന്നീട് ചന്ദ്രസേനൻ തനിക്കറിയാവുന്ന ഒരുത്തനെ വിളിക്കണം. ഒരുത്തനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ്. പിന്നീട് കോൾ വെച്ച് കഴിയുമ്പോഴത്തേനും കിരൺ പറഞ്ഞു, അതെ പ്രകാശന്റെ കാര്യത്തിൽ മാത്രം ഇപ്പൊ ഒരുത്, പക്ഷെങ്കിൽ അവനേക്കാളും ദുഷ്ടനാണ് ആ വിക്രം. അവനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനൻ പറഞ്ഞു, അവനിനി എന്താളും കൈപൊക്കില്ല. അവൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ സോണിയുടെ ജീവിതം നശിപ്പിച്ച് നടക്കുന്നവനാ. അന്നോട്ടെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. പക്ഷേങ്കിൽ ദേ കല്യാണി മോളുടെ ആങ്ങളെയാണല്ലോന്ന് കരുതി മാത്രം അവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷെ ഇനി അവൻ എന്തിനേലും തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനി പുറലോകം കാണത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. കല്യാണി പറഞ്ഞു, ഇനി എന്തേലും ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അച്ഛാ. എന്റെ അനിയനാന്നുള്ള പരിഗണന ഒന്നും കൊടുക്കണ്ട. കാരണം തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷിക്കപ്പെടണം. അവന് നന്നാവാൻ ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അവൻ നന്നായില്ല. ഇനി അവൻ എന്താണ് നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അച്ഛൻ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ അച്ഛൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയണം. കാരണം കല്യാണിയും അത്രമാത്രം വെറുത്തു വരുന്നു. തന്റെ അമ്മേനെ പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ കല്യാണിന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അത്ര വൃത്തിയായിട്ട് ഭാഷയാണ് വിക്രം ഉപയോഗിച്ച്. സ്വന്തം പെറ്റമ്മയാന്ന് പോലും കൂട്ടാക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തായിരുന്നു. അമ്മ അവനെ നോട്ടം വിട്ട് വെച്ചാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വന്നപ്പോൾ ദീപ ഉണ്ടായിരുന്നു അവിടെ. ദീപയ്ക്കും ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം പ്രകാശനും വിക്രമൊക്കെ എന്ത് ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങളാണല്ലോ. പിന്നീട് ദീപ ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ പോയിട്ട്? ലക്ഷ്മിയെക്കുറിച്ച് കാർത്തിമോൾ എന്ത് പറഞ്ഞു ചോദിക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞ്, സൂക്ഷിക്കണം അവറ്റകളെ, വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ എതിരും ഇപ്പൊ തന്നെ കൊട്ടേഷനൊക്കെ കൊടുത്തു കാണുമായിരിക്കും. ലക്ഷ്മിയമ്മയോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കും. അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അച്ഛനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ വന്നേക്കെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ദീപയ്ക്ക് ഒരു സമാധാനമായത്. ഈ സമയം ലക്ഷ്മിയെ ഇല്ലാതാക്കാൻ പോയ അവനെ ഡേവിഡിനെ കാത്ത് പ്രകാശനും രാജപ്പനും കൂടെ നിൽക്കുകയാണ്. അങ്ങനെ കുറെ സമയം നിന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രകാശം പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും വന്നില്ലോ എന്ന് പറയാം. ഇപ്പൊ തന്നെ അവൻ വരുമെന്ന് പറയണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. ഡേവിഡ് അതിനെ കണ്ടപ്പോഴത്തേനും പ്രകാശം ചോദിക്കും, എന്തായി കാര്യങ്ങള്, സംഗതികളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കുക. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിന് ഒരു നിമിഷം സന്തോഷങ്ങളും തുള്ളിച്ചാടുവാണ്. പ്രകാശന് സന്തോഷം അടക്കാൻ പറ്റിയില്ല. അങ്ങനെ താൻ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഒരു കാരണവശാലും അത് നടക്കില്ല. എന്തായാലും അയാൾക്കിട്ട് നല്ല പണി കിട്ടുന്നുണ്ട്. പ്രകാശനിട്ടും മോനിട്ടും കിട്ടുന്നുണ്ട്. അതോടൊപ്പം ആ ഗുണ്ടക്കിട്ടും കിട്ടുന്നുണ്ട്. അയാൾക്ക് ഒരിക്കലും ലക്ഷ്മിയമ്മനെ തൊടാൻ പോലും സാധിക്കില്ല. അയാളെ കണ്ടം വഴി ഓടും ലക്ഷ്മിയമ്മനെ കണ്ടു കഴിയുമ്പോൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു.